കൊല്ലം നഗരത്തിലെ മാലിന്യം നിക്ഷേപിക്കുന്ന ഏതെങ്കിലും തുറസായ പ്രദേശമല്ലിത്. നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ലിങ്ക് റോഡ്. ഇവിടെയാണ് വീട്ടിലെ മാലിന്യങ്ങൾ മുതൽ അറവുശാലയിലെ മാലിന്യങ്ങൾ വരെ നിക്ഷേപിക്കുന്നത്. മൂക്കുപൊത്തിയാൽ പോലും ഈ മാലിന്യ കൂമ്പാരത്തിന് സമീപത്ത് നിൽക്കാനാകില്ല. നഗരവാസികളുടെ മാലിന്യങ്ങളെല്ലാം കൊണ്ടെറിയുന്നത് ലിങ്ക് റോഡിന് സമീപത്ത്. ഇവിടെ പുഴുക്കളും കൃമികളും മുട്ടയിട്ട് വളരുന്നു. ഇവിടെയാണ് പകർച്ചവ്യാധികളുടെ തുടക്കം. മഴ നനഞ്ഞ് വീട്ടിലെ മാലിന്യങ്ങളടക്കം അഴുകി കൃമികൾ പെറ്റുപെരുകി, കൊതുകുകൾ മുട്ടയിട്ട് വ്യാപിച്ചു. കൊല്ലം നഗരത്തിലെ എല്ലാത്തരം മാലിന്യങ്ങളും ഒഴുക്കിവിടുന്നത് ഈ തോട്ടിലൂടെയാണ്. ഈ വെള്ളം ഒഴുകിയെത്തുന്നത് അഷ്ടമുടി കായലിലേക്കും. മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ പകർച്ചവ്യാധികളുടെ ഈറ്റിലമായി ഇന്ന് കൊല്ലം. ജില്ലയിൽ പകുതിയിലധികം പഞ്ചായത്തുകളിലും എലിപ്പനി വ്യാപകം. ഒരു മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 5 പേർ മരിച്ചു. രോഗങ്ങളുടെ കാര്യം പറയണ്ട. ഇവിടെ ഇരിക്കാൻ പോലും നയിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര സ്മെല്ലാണ്. ഈ ഒന്നിനൊരു കൂടുതലല്ല കുറയുന്നില്ല. വേസ്റ്റ് വണ്ടിക്കാരോട് തട്ടയാണ്. ഇവിടെ വാരിക്കും പോയതിനനുസരിച്ച് ഡബിളായിട്ട് കൊണ്ട് തട്ടയാണ്. എന്ത് ചെയ്യാനാണ് പിടിക്കുന്നത്? ആരെയും പറയണമെന്ന് പറയാൻ പറ്റും. കൊല്ലം KSRTC ഡിപ്പോയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. ഇന്നലെ വരെ 20 ജീവനക്കാർ ഡെങ്കിപ്പനി ബാധിതരായി. പലർക്കും രോഗലക്ഷണങ്ങളുമുണ്ട്. ദിവസേന കാശ് മേടിക്കാൻ മാത്രമേ ആളുകളുള്ളൂ. 2-3 ജോലിക്കാരെ ഇരുത്തും. അവർ നേരം വെളുക്കുമ്പോൾ അത് വൃത്തിയാക്കത്തുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ഇവിടെ ഈ അസുഖങ്ങൾ വരുന്നത്. വാട കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം ആകുമ്പോഴും 3 മണി 4 മണിയാകുമ്പോൾ ഭയങ്കര സ്മെല്ല. ഇന്ന് സഹിക്കാൻ പറ്റാത്ത വാടയാണ്. അത് സന്ധ്യ കഴിഞ്ഞാൽ ആ സൈഡിൽ നിൽക്കാനേ കൊതുവിൻ്റെ ശല്യം. മഴക്കാലത്തിന് മുമ്പ് ഓടകൾ പലതും വൃത്തിയാക്കിയില്ല. ഇപ്പോൾ ഓടകളിൽ നിന്നുള്ള മലിനജലം വീടുകളിലേക്ക് ഒഴുകുന്നതാണ് പ്രതിസന്ധി. മാലിന്യത്തിലും പകർച്ചവ്യാധിയിലും ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ കൊല്ലം കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. അഷ്ടമുടിക്കായലിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത്. ഈ മലിനജലം കൊല്ലം ജില്ലയിലെ എല്ലാ ജലാശയങ്ങളിലേക്കും വ്യാപിക്കും. അവിടങ്ങളിലെല്ലാം പകർച്ചവ്യാധികളുണ്ടാകും. അതായത് ജില്ലയിലെ പകർച്ചവ്യാധികളുടെ മൂല കാരണം നഗരത്തിലെ മാലിന്യമാണ്. ക്യാമറമാൻ ഷാനോസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.